This is truing and dressing operation. Truing figure കാണില്ലേ, ഓവൽ ഷേപ്പിനെ സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റുന്നു. മറ്റൊരു ഡ്രസ്സിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിനെ ഷാർപ്പണിംഗ് എന്ന് പറയും. അപ്പം മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രൂയിങ് ഓപ്പറേഷൻസ്, താഴെ കാണിച്ചിരിക്കുന്ന ആ രണ്ട് ഫിഗറും ഡ്രസ്സിംഗ് ആണ്. മുകളിലത്തെ രണ്ട് ഫിഗർ ട്രൂയിങ്ങും താഴത്തെ രണ്ട് ഫിഗർ ഡ്രസ്സിങ്ങും. ഓക്കെ, let us see what is meant by truing. ട്രൂയിങ് ഗ്രൈൻഡിങ്, ട്രൂയിങ്ങും ഡ്രസ്സിങ്ങും ഇത് രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രസ്സിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഷാർപ്പണിംഗ് ഓപ്പറേഷൻ എന്ന് പറയും. So truing means what? The grinding wheel after some periodic usage it will become out of shape, അതായത് ഓവൽ ഷേപ്പിലേക്ക് മാറും. So the process to turn back from the oval shape into completely circular shape grinding wheel is called truing process. ഓവൽ ഷേപ്പിനെ നിന്ന് കംപ്ലീറ്റ് സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റുക, അതിന് വേണ്ടിയിട്ട് പറയുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ട്രൂയിങ് പ്രോസസ്സ്. അപ്പോൾ ആ ട്രൂയിങ് പ്രോസസ്സ് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു ഡയമണ്ട് ടൂൾ ടിപ്പ് വേണം. For that we place one diamond tool tip just touch beneath the surface of the rotating wheel as shown in the figure. അതായത് ഈ കാണുന്ന ഇവിടെ ഈ ഒരു പ്ലേസിലാണ് ഡയമണ്ട് ടൂൾ ടിപ്പ് വെക്കുക. എന്നിട്ട് ആ വീല് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്ട്രാ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ റിമൂവ് ചെയ്തിട്ട് വി വിൽ ഗെറ്റ് എ പെർഫെക്റ്റ് സർക്കുലർ ഷേപ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് ട്രൂയിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഡ്രസ്സിങ് അല്ലെങ്കിൽ ഷാർപ്പണിംഗ് ഓപ്പറേഷൻ. ആദ്യം നിങ്ങൾ ആ ചിത്രം നോക്കണം. ഞാനിതിന് ഫസ്റ്റ് താഴത്തെ റോയിലുള്ള രണ്ട് ഫിഗർ, മേലത്തെ റോയിലുള്ള രണ്ട് ഫിഗർ ട്രൂയിങ്ങും താഴത്തെ റോയിലുള്ള രണ്ട് ഫിഗർ ഡ്രസ്സിങ്ങുമാണ്. എന്താണ് ഡ്രസ്സിങ് ഓപ്പറേഷൻസ്? ലെറ്റ് us see. When the grinding wheel is continuous to work for a long period of time, so the abrasive particles at the periphery of the outer surface can be wear out or fall out or fall off. അത് പറയുമ്പോൾ ആ വീടിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അബ്രാസീവ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക വീടിൻ്റെ സർഫസിൽ. ആ അബ്രാസീവ് പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഗ്രൈൻഡിങ് ചെയ്യാൻ പറ്റുന്നതും സ്മൂത്ത് സർഫസ് ഫിനിഷിങ് കിട്ടുന്നതും. ഓക്കെ, അപ്പോൾ അത് കുറേ കാലമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്രാസീവ് പാർട്ടിക്കിൾസൊക്കെ ഫോൾ ഓഫ് ചെയ്യും, തേയ്മാനം സംഭവിക്കും, അത് ഫോൾ ഓഫ് ചെയ്യും. അങ്ങനെ ആ വീലിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ആവും. അപ്പോൾ വീടിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ വേണം ആ വീടിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം. ആ വീടിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. നോക്കാം. So the abrasive particles at the periphery of the outer surface can be wear out or fall off. So the sharpness of the grinding wheel is reduced. So to increase the strength of the grinding wheel, we perform dressing process. Here we use a diamond cutter tool. The shape of the tool is ഒരു സ്റ്റാർ ഷേപ്പിലുള്ള കട്ടർ ടൂളാണ് നമ്മൾ ഡ്രസ്സിങ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ ടൂളിൻ്റെ പേരാണ് ഡ്രസ്സർ എന്ന് പറയും. ഇതാണ് ആ ടൂളിൻ്റെ ഷേപ്പ്. ദിസ് ഈസ് ദി സ്റ്റാർ ഷേപ്പ് ടൂൾ ഫോർ പെർഫോമിങ് ഡ്രസ്സിങ്. അതിന് പറഞ്ഞ പേരാണ് ഡ്രസ്സർ ടൂൾ അല്ലെങ്കിൽ ഡ്രസ്സർ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഹിയർ ഡ്രസ്സർ ഈസ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദി ഫേസ് ഓഫ് ദി റിവോൾവിംഗ് വീൽ ആൻഡ് ഡ്രസ് ദി സർഫസ്. ഇത് നമുക്ക് ഇതിന് ആ ചിത്രത്തിൽ കാണാൻ പറ്റും. Whenever the grinding wheel rotate in the counterclockwise direction, meanwhile the star tool അല്ലെങ്കിൽ dresser rotate in the clockwise direction as shown in the figure. Whenever both are contact with each other, the star tool removes the abrasive particles from the surface of the grinding wheel and new abrasive particles appears on the surface of the grinding wheel. Thus sharpness of grinding wheel increases. അപ്പോൾ ഓൾറെഡി ഒരു അബ്രാസീവ് പാർട്ടിക്കിൾസ് അതിങ്ങനെ കൊഴിഞ്ഞ് വീഴും താഴോട്ടേക്ക്. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ന്യൂ അബ്രാസീവ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, വീലിൻ്റെ സർഫസിലേക്ക് വരും. അങ്ങനെയാണ് ഈ ഡ്രസ്സിങ് പ്രോസസ്സ് നമ്മൾ ചെയ്താൽ ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എപ്പോഴും എന്താ ചെയ്യുക, ഫസ്റ്റ് വി ആർ ഗോയിങ് ടു പെർഫോം ദി ട്രൂയിങ് ഓപ്പറേഷൻസ്. ആഫ്റ്റർ ദാറ്റ് വി വിൽ പെർഫോം ദി ഡ്രസ്സിങ് ഓപ്പറേഷൻ. അപ്പോൾ ട്രൂയിങ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു 2 മാർക്കിന് പറയുമ്പം ഇറ്റ് ഈസ് ദി പ്രോസസ് ടു ബ്രിങ് ബാക്ക് ദി ഇറഗുലർ ഷേപ്പ് grinding wheel to the perfect circular shape. It is the process to bring back the irregular shape അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്
to bring back the irregular shape grinding wheel to the perfect circular shape. So first we perform the truing operation. After that we are going to perform the dressing operation. Okay. അപ്പോൾ ഗ്രൈൻഡിങ് എന്ന് വെക്കുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ദി ഹൈ സർഫസ് ഫിനിഷ്. അതിനാണ് മെയിനായിട്ടുള്ള ഗ്രൈൻഡിങ്ങിൻ്റെ പർപ്പസ്. അതേപോലെ ഗ്രൈൻഡിങ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഷാർപ്പൺ ദി കട്ടിംഗ് ടൂൾസ്, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം നോട്ട്ബുക്കിൽ, എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പിന്നെ എക്സാമിന് എഴുതാൻ പറ്റും. നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, അതേപോലെ ഡ്രസ്സിങ് ഓപ്പറേഷൻ, ഷാർപ്പണിങ് ഓപ്പറേഷൻ. ഈ ഭാഗം കുറച്ചുകൂടി ക്ലിയർ ആക്കണം. എഴുത്ത് കുറച്ച് ചെറുതായിട്ടുണ്ട്, അവൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുക. സ്റ്റാർ ടൂൾ റിമൂവ്സ് ദി അബ്രാസീവ് പാർട്ടിക്കിൾസ് ഫ്രം ദി സർഫസ് ഓഫ് ദി grinding wheel and new abrasive particles appears on the surface of the grinding wheel. Thus sharpness of the grinding wheel increases. This is the process of dressing, or this is the operation of dressing, or this is the dressing operation. Okay, thank you.